ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി ജയപാലൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പം ജയപാലൻ്റെ ഭാര്യ അവരോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ശാരദയ്ക്ക് മനസ്സിന് ഒരു കട്ടിയില്ലാത്ത ആളാ, നിങ്ങൾ രണ്ടുപേരും വേണം ഇളയതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നിളക്കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, കുറവായോ എന്ന് ചോദിക്കുക. അവൾക്ക് കുഴപ്പമില്ല ആൻറ്റി എന്ന് പറയും. ഇനിയിപ്പം യമുനയോടും കോളേജിലൊക്കെ പോയി തുടങ്ങാൻ പറയണം, നിളയും സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ കാവേരിയും ഗംഗയും തന്നെ നേരിട്ട് ചെയ്യണം, അല്ലാതെ ശാരദയെ കൊണ്ട് ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും അരവിന്ദേട്ടൻ്റെ കീഴിൽ മാത്രം ജീവിച്ച് ശീലിച്ചവൾ അവള്. പതിയെ പതിയെ ഇന്ദ്രാമ്മയും ശാരദയൊക്കെ ആ വിഷമത്തിൽ നിന്ന് മറികടന്ന് വരുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ തന്നെ വേണം ശാരദ ചെയ്യേണ്ട കടമകളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ജയപാലൻ അങ്ങോട്ട് വരിക. ആരിത്, കാവേരിമോളും ഗംഗമോളോ? നിങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായോ, എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുക. അപ്പം ജയപാലൻ്റെ ഭാര്യ പറയും, ജയപാലട്ടൻ എന്താ ഇത് കാര്യം അറിയാതെ പറയുന്നത്? ഇന്നലെ ശാരദ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവരുടെ വീട്ടിൽ എന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ജപ്തിയുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക, അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് പിള്ളേർ രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് കേൾക്കുമ്പം ജയപാലൻ അങ്ങ് തപ്പി തടയുവാട്ടോ. ആ കാര്യം, നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ പോയി പിള്ളേർക്ക് ചായ കൊടുക്കുക, അവർക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തതാ, എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. ഒന്നും വേണ്ടെങ്കിൽ എന്ന് അപ്പോൾ കാവേരി പറയും. നീ അടുക്കളയിലോട്ട് ചെല്ലുക, നിനക്ക് അവിടെ പണികളില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ഇടപെടാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ഭാര്യനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി നമ്മുടെ ഗംഗയും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കുക. ഇങ്ങനെ ക്രൂരമായൊരു ജയപാലൻ്റെ മുഖം അവരിതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തം വിട്ട് നിൽക്കുക. നിങ്ങളെന്താ പറഞ്ഞു വന്നിരുന്നത്? അതെങ്കിളെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, വീടിൻ്റെ മേൽ എന്തോ ലോൺ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു, കാശ് 8 മാസമായിട്ട് അടച്ചില്ലെന്നോ, അതുകൊണ്ട് അവർക്ക് ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ ഒക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്കിളെ. കാര്യങ്ങളൊക്കെ അങ്കിളല്ലേ നോക്കിയിരുന്നത്. അച്ഛൻ അങ്കിൾ അറിയാതെ ഒന്നും ചെയ്യത്തുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രാവിലെ തന്നെ അങ്കിളിനെ കാണാനായിട്ട് ഞങ്ങൾ വന്നത്. അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മയ്ക്ക് അറിയത്തില്ല എന്നല്ലാതെ ഒന്നും പറയുന്നില്ല എന്ന് പറയാം. അതിപ്പം വീടിൻ്റെ മേൽ ലോണ് അതുള്ളത് തന്നെയാണ് മക്കളെ. നിങ്ങളുടെ വീട് ലോൺ എടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടവുകളൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ, അവൻ എല്ലാ മാസവും പൈസയും അയക്കുന്നുണ്ടായിരുന്നല്ലോ. അത് അറിയില്ലെങ്കിൽ അപ്പം അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണോ അങ്കിൾ പറഞ്ഞു വരുന്നത്? നിങ്ങളോട് ഇനിയിപ്പം കള്ളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അരവിന്ദനില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ പിന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഉള്ളത് പറയാം. ആ വീടിന് മേൽ ലോണുണ്ട്, അവന് ആശ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നതാ. ഒരു 8 മാസമായിട്ട് അടവ് മുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. അതായിരിക്കും ബാങ്കുകാർ എൻക്വയറിക്കായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇനിയിപ്പോൾ എന്താ അങ്കിളെ ചെയ്യുക? അച്ഛന് ഇതുമാത്രം എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്? അച്ഛൻ എന്തുകൊണ്ട് അടയ്ക്കാതിരുന്നത്? അതിപ്പം അരവിന്ദൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ സ്വയം സഹിച്ച് വീട്ടിലൊന്നും അറിയിക്കാതെയാണല്ലോ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും അരവിന്ദൻ ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ. അങ്കിൾ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛൻ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്? നിങ്ങളുടെ അച്ഛൻ കുറച്ച് കാലമായിട്ട് ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കറക്റ്റായിട്ട് ശമ്പളമൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാനായിട്ട് അവന് കുറച്ച് കാശൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ചെയ്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയാണ് കേട്ടോ. അങ്കിൾ എന്തൊക്കെയായി പറയുന്നേ? അച്ഛൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഉറപ്പായിട്ടും പറയുമായിരുന്നല്ലോ എന്ന് കാവേരി അപ്പോൾ പറയും കേട്ടോ. അപ്പം ഗംഗയും പറയും, അച്ഛൻ അങ്ങനെ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്കിളെ. ഇതെന്തോ അബദ്ധം പറ്റിയ. എന്തബദ്ധം? ബാങ്കുകാർ വന്നത് അബദ്ധമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇനിയിപ്പം അതിൻ്റെ തുടർ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ എന്താ അങ്കിളെ ഞങ്ങൾ ചെയ്യേണ്ടത്? വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അവരങ്ങനെ പറഞ്ഞോ? ഞാനൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ തോന്നിവാസം ഇറക്കി വിടാനൊന്നും ഇവിടെ ആർക്കും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിയുടെയും ഗംഗയുടെ രീതിയൊന്നും ഒട്ടും അങ്ങോട്ട് ജയപാലൻ ഇഷ്ടപ്പെടുന്നില്ല. തന്നെ സംശയിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് അവരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പം പെട്ടെന്ന് നമ്മുടെ യമുന ഗംഗയുടെ ഫോണിലേക്ക് വിളിക്കുക. അയ്യോ, വീട്ടിൽ നിന്നാണല്ലോ കാവേരി ഫോൺ, ചേച്ചി എടുക്കുക, എന്തേലും അത്യാവശ്യം ഉണ്ടായിരിക്കും എന്ന് അപ്പം കാവേരി പറയൂട്ടോ. അപ്പം യമുന പേടിച്ച് ഫോൺ വിളിക്കുക. ഗംഗേച്ചി, നിങ്ങളിത് എവിടെയാ? ഇവിടെ ബാങ്കിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അമ്മ ഞങ്ങളെ കൂട്ടി വീട് അകത്തിട്ട് കുറ്റിയിട്ടിരിക്കുക. എനിക്ക് പേടിയാവുക. കാവേരിച്ചിയും ഗംഗേച്ചിയും കൂടി എത്രയും പെട്ടെന്നിട്ട് വാ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശരി മോളെ, ഞങ്ങൾ ഇപ്പോൾ വരാം. എന്താ ചേച്ചി, എന്താ കാര്യം എന്നപ്പോൾ കാവേരി വന്ന് ചോദിക്കും. കാവേരി, അവിടെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന്. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വാ, അവിടെ അമ്മയും പിള്ളേരും പേടിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് ചെല്ലാം
എന്ന് പറയാം. അപ്പോൾ ജയബാലൻ വന്ന് പറയും, നിങ്ങൾ പേടിക്കാതിരിക്കുക, ഇപ്പം തൽക്കാലം ശാരദയുടെ അടുത്തേക്ക് ചെല്ല്, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ് കേട്ടോ. അതേസമയം വീട്ടിൽ നമ്മുടെ ശാരദയ്ക്ക് ചുറ്റും ഇന്ദിരാമ്മയും നിളയും അതുപോലെ യമുന ഇരിക്കുക. അമ്മ എനിക്ക് പേടിയാവുന്നമ്മേ, അവരെ വീട് കുത്തി തുറക്കുമോ? പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടാൻ ആർക്കും പറ്റില്ല. 8 മാസം അടച്ചില്ലെന്നൊക്കെയല്ലേ പറയുന്നത്, അതൊക്കെ കള്ളക്കണക്കായിരിക്കും. അച്ഛൻ മരിച്ച പുറകെ തന്നെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ശാരദ എങ്ങോട്ടും പോകത്തില്ല എന്ന് പറയാം. ഇപ്പം ഇന്ദിരാമ്മൻ പറയും, എൻ്റെ മകൻ മരിച്ചപ്പം അവൻ പണിത ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോവേണ്ടി വരുമോ മോളെ? എത്ര കഷ്ടപ്പെട്ട കണ്ട നാടുകളിലൊക്കെ പോയി കിടന്ന് പണിയെടുത്ത് പണിത വീടാ. ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വന്ന അവൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ കരയും കേട്ടോ. അപ്പോൾ ശാരദ പറയും, അമ്മയൊന്ന് ചുമ്മാ ഇരിയമ്മേ, നമ്മൾ ഈ വീട്ടിൽ നിന്നും എങ്ങും ഇറങ്ങിപ്പോകാൻ പോകുന്നില്ല, ആരെ നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതാണ് കടയിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണേ. അപ്പോൾ ചായയൊക്കെ വാങ്ങിച്ചു വെച്ച് കുടിക്കാൻ പോലും കഴിയാതെ ഇരിക്കുക. അപ്പം നിവിൻ അങ്ങോട്ട് കയറി വരിക. എന്ത് പറ്റിയടാ, നീ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? ദേ നിനക്ക് വാങ്ങിച്ചു വെച്ച ചായ തണുത്തുറഞ്ഞു പോയി, ഇനി ഇത് കുടിക്കാൻ കൊള്ളുമോ എന്ന് ചോദിക്കുക. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ജോലി ചെയ്യാൻ നോക്ക്, എന്തോരം തയ്ക്കാനാ കിടക്കുന്നേ എന്നൊക്കെ പറയാം. എനിക്കൊന്നിനും ഒരു മൂഡ് വരുന്നില്ലടാ, എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മാവിൻ്റെ മുഖമാണ്, അമ്മാവിൻ്റെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, അതാ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പാവം ആ മനുഷ്യൻ മരിച്ചപ്പം മുതൽ ആ കുടുംബത്തിന് എന്തുമാത്രം കഷ്ടകാലങ്ങളാ. കാവേരിയും ഗംഗയും കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ കാണുമ്പം എനിക്ക് സങ്കടം വരുക. അമ്മായിക്ക് ഒരു കാര്യങ്ങളും അറിയുന്ന ഒരാളല്ല, അമ്മാവൻ ഒന്നും അമ്മായി കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല, എന്ത് ചെയ്യുമെന്നോർത്ത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. എടാ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് അവരുടെ സങ്കടങ്ങൾ മാറുമോ? ഇല്ലല്ലോ, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. ഇനിയിപ്പം നീയും കൂടി തളർന്നിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെയും അത് ബാധിക്കും. നിനക്ക് 2 കുടുംബം ഇപ്പോൾ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനൊക്കെ ഇല്ലടാ നിൻ്റെ കൂട്ടിന്, നിനക്ക് എന്ത് കാര്യവും എന്നോട് പറയാലോ എന്ന് വിനീതിനോട് പറയാണ്. നീ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം തോന്നുക. അപ്പോൾ പെട്ടെന്ന് വിനീതിൻ്റെ ഫോൺ ബെല്ലടിക്കുവാണ് കേട്ടോ. നിന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ, അയ്യോ ഇത് അമ്മായിയുടെ ഫോണാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിനീത് കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പം നിളയാണ് കേട്ടോ. വിനീതേട്ടൻ ഇത് എവിടെയാ? ഇവിടെ ആകെ പ്രശ്നമാണ്, എനിക്ക് പേടിയാവുക. എന്തു പറ്റി മോളെ, എന്താ കാര്യം? ഇവിടെ പോലീസുകാരോ ഒക്കെ വരാൻ പോവാന്നാ തോന്നുന്നത്, ബാങ്കിൽ നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട്, അവർ പോലീസ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അമ്മയും ചേച്ചി ആരും കാണാതെ ഞാൻ മറിഞ്ഞു നിന്നാ ഫോൺ വിളിക്കുന്നത്, അവരും എന്നെ കണ്ടിട്ടില്ല. ചേട്ടൻ ഇങ്ങോട്ട് വാ, വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് പറയും, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നോ? അതിന് അവരിന്നലെ നോട്ടീസ് വീട്ടിൽ വന്ന് തന്നതല്ലേ ഉള്ളൂ, അതിന് പിന്നാലെ ഇങ്ങനെ നടപടികളോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് വാ ചേട്ടാ, ഇവിടെ കാവേരിച്ചിയും ഗംഗേച്ചിയും ആരുമില്ല എന്നും പറഞ്ഞ് നീള കരയും കേട്ടോ. അപ്പോൾ വിനീത് പറയും, മോൾ കരയാതിരിക്കും, ഇപ്പം തന്നെ വിനീതേട്ടൻ വരാം എന്ന് പറഞ്ഞ് എഴുന്നേക്കും. എടാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, നീ വരുന്നുണ്ടോ എന്ന് നിവിനോട് ചോദിക്കും. നീ തന്നെ പോകണ്ട, ഞാനും കൂടി വരാം എന്ന് നിവിൻ പറയും കേട്ടോ. എന്നിട്ട് കട പോലും പൂട്ടാതെ വേഗം ഇറങ്ങി പോവാം. അപ്പം സലിമിക്ക് അങ്ങോട്ട് കയറി വരും. വിനീതിൻ്റെ കടയിൽ നിൽക്കുന്ന ചേട്ടൻ, എന്താടാ എന്താ കാര്യം? അതെ സലിമിക്ക, കട നോക്കണം കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് വരെ പോകണം, വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് നിവിനും വിനീതും കൂടി നേരെ സ്നേഹതീരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയം യമുനയാണ് പുറത്തോട്ട് നോക്കുമ്പം പോലീസുകാരൊക്കെ വരുന്നത് കാണും. അമ്മേ ദേ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്, അവരെന്തൊക്കെയോ സംസാരിക്കുന്നമ്മേ എന്ന് പറയണേ. അപ്പോൾ പോലീസുകാർ ബാങ്ക് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വീട്ടിലേക്കാണോ നിങ്ങൾ വരാൻ പറഞ്ഞത്? എന്താ കാര്യം? സാർ ഈ റവന്യൂ നടപടികളുമായിട്ട് ഞങ്ങളെ മുന്നോട്ട് പോകാൻ ഈ വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല. ഈ വീടിന് ജപ്തി ഓർഡർ ആയിട്ടുള്ളതാ, പക്ഷേ ഇവിടെ താമസിക്കുന്നവർ മാറിത്തരാനും കൂട്ടാക്കുന്നില്ല. ഞങ്ങളോട് കയർത്ത് സംസാരിക്കുക. ആ സ്ത്രീയുടെ ഒരു അഹങ്കാരം കണ്ടാൽ അവരോട് നമ്മൾ കാശ് മേടിച്ച പോലെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നടപടികൾ ശരിക്കും ചെയ്യണം സാർ, അതിന് വേണ്ട സാഹചര്യം ഒരുക്കി തരണം എന്ന് പറയണം കേട്ടോ. അപ്പം പോലീസുകാരാണ് വീട് ചുറ്റും നിരീക്ഷിക്കുക. അപ്പോൾ പോലീസുകാരൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്കും ശാരദയും പേടിച്ചു പോവാം. അമ്മേ ദേ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസുകാരെ കാണുന്നില്ല. അമ്മ അവർ പോയെന്നാ തോന്നുന്നേ. ചിലപ്പം പെണ്ണുങ്ങൾ മാത്രമുള്ള വീടല്ലേ, ഇവിടെ കയറി അതിക്രമിച്ചു കഴിഞ്ഞാൽ വേറെ കേസാകുമെന്ന് കരുതിയാവും പോലീസുകാർ ബാങ്കുകാരോട് പറഞ്ഞു കാണും. അവരെ പിന്നെ വരാമെന്ന് കരുതി പോയതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സാവകാശം നമുക്ക് തരാമെന്ന് കരുതി കാണും. എന്തായാലും നന്നായി എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുന്ന ഇന്ദിരാമ്മ പറയും, ഹോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇനി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതും കൂടി നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ആ അവസ്ഥയെ ഓർത്തിട്ട് അല്ലെ തന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാ എന്ന് പറഞ്ഞ് കരയും. ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മേ, സ്ത്രീകൾക്ക് മേൽ പോലീസാണെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വേറെ കേസാ, അതുകൊണ്ട് അവർക്കൊരു പേടി കാണും എന്ന് നമ്മുടെ ശാരദ പറയൂ കേട്ടോ. പെട്ടെന്ന് വാതിൽ തല്ലിപ്പൊളിക്കുന്ന സൗണ്ട് കേൾക്കുക. അമ്മേ ദേ അമ്മേ, ആ പോലീസുകാർ വാതിൽ തുറന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടമ്മേ, എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം.
മോള് പേടിക്കാതിരിക്കുക, അമ്മയുണ്ടല്ലോ എന്ന് അപ്പം നമ്മുടെ ശാരദ നിളയോടും യമുനയോടും പറയൂ കേട്ടോ. എന്നിട്ട് പോലീസുകാരെ ശാരദയുടെ അടുത്ത് ചെല്ലുക. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? മാന്യന്മാരോട് എങ്ങനെ സംസാരിക്കേണ്ടത് നിങ്ങൾക്കറിയില്ലേ? ഈ ബാങ്കിൽ നിന്ന് വന്നവർ എത്ര മാന്യമായിട്ടാണ് നിങ്ങളോട് ഇടപെട്ടത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ മാന്യമായിട്ട് നിന്നു കൊടുക്കാതെ നിങ്ങൾ എന്ത് തോന്നിവാസമായി ചെയ്യുന്നത്? ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീട്ടിൽ കയറി പൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ കേസാകും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഈ മുന്നോട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതാ എന്ന് പോലീസുകാർ പറയും. സാർ എന്തൊക്കെയാണ് പറയുന്നത്? സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വേറെ ആകുമെന്നൊക്കെ ഞാനും പത്രം വായിക്കുന്നേ സാറേ, എനിക്കും അറിയാം കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവരുടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന് ആ പോലീസുകാരൻ പറഞ്ഞിട്ട് ബാങ്കുകാരുടെ അടുത്തേക്ക് ചെല്ലുക. ഈ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലടോ, അത് വേറെ വകുപ്പായി മാറും. ഒരു പരാതി പോയാലേ എൻ്റെ തൊപ്പി തെറുക്കുന്ന കേസാ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സീനാക്കാതെ പോകുന്നത് തന്നെയാണ് നല്ലത്. കാര്യങ്ങൾ പറഞ്ഞ് സാവകാശം അവർക്ക് മനസ്സിലാക്കാം എന്ന് പറയാം. സാറേ, ഇതിന് പിന്നെ വേറെ പല കുഴപ്പങ്ങളും ഉണ്ട്. ഇത് സാറ് ഞങ്ങളുടെ കൂടെ നിന്നാൽ സാറിനും അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വേണ്ട രീതി സാറിനെയും കണ്ടോളും. അല്ലാതെ ഈ പെണ്ണുങ്ങൾ പോയി ആരുടെ അടുത്തും പരാതിപ്പെടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് പൊയ്ക്കൊന്നേ, ചിക്കിൽ തടയുന്ന കേസാ, വെറുതെ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പോലീസുകാർ ഒന്ന് ചാഞ്ചാടുവാണേ. അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. കൂടുതൽ എന്നെ നിയമം പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങളെ നിയമം കൈകാര്യം ചെയ്യുന്നവരാ. ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരദയെ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗംഗയും കാവേരിയും കൂടി വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയെ തല്ലാൻ നോക്കുന്നോ എന്നും പറഞ്ഞുകൊണ്ട് കാവേരി കൈ കയറി പിടിക്കും കേട്ടോ ഒരു വനിതാ കോൺസ്റ്റബിളിൻ്റെ. നീ എൻ്റെ കയ്യിൽ പിടിക്കാറായോടി എന്നും പറഞ്ഞ് കാവേരിനെ അവർ കിടന്ന് ഉന്തു കിട്ടോ. അപ്പോൾ ഗംഗയും അമ്മയെ തടഞ്ഞു നിർത്താനായിട്ട് തുടങ്ങുമേ. അപ്പോൾ കാവേരി പോലീസുകാരോട് ചോദിക്കും, ഇതാണോ നിങ്ങളുടെ നീതി നിർവഹണം? ഇങ്ങനെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി അവരെ ഉപദ്രവിച്ചാണോ നിങ്ങൾ ജപ്തി നടപടികൾക്ക് വേണ്ട നടപടികൾ ചെയ്യുന്നത്? ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കേസ് കൊടുക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. ആരുമില്ലെന്ന് കരുതി എന്ത് തോന്നിവാസോ ഞങ്ങളോട് ചെയ്യാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരിയുടെ ഗംഗയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും പോലീസുകാർ ചെറുതായിട്ടൊന്ന് പതറുക. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയും, നിങ്ങളുടെ അമ്മയെ കൈയേറ്റം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. പിന്നെ ഒരുപാട് നിയമം പറയുന്ന ഈ ഝാൻസി റാണിമാർ അറിയാൻ ഞങ്ങളും അങ്ങോട്ട് കുറച്ച് നിയമങ്ങൾ പറയാം. ഇവിടുത്തെ നടപടികൾ ചെയ്യാൻ വന്ന ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് വേണേൽ കേസ് കൊടുക്കാം. IPC പല വകുപ്പുകളും ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ പേരിൽ കേസ് ഇപ്പം തന്നെ ഫയൽ ചെയ്യാം. നിയമ നടപടികൾക്ക് വേണ്ടി വന്ന വനിതാ കോൺസ്റ്റബിളിനെ കൈയേറ്റം ചെയ്തതടക്കം പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മേലിൽ ചുമത്താൻ ഞങ്ങൾക്ക് പറ്റുവേ. പോലീസുകാരെയാണോ വകുപ്പ് പഠിപ്പിക്കാൻ ഝാൻസി റാണിമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കാവേരിയും ഗംഗയും ഒന്ന് പേടിക്കുകയാണേ. അത് കാണുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അങ്ങ് സന്തോഷമാവുക. അപ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് ഒന്ന് പറയും, സാർ ആ നിയമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ട് അവന്മാരൊന്ന് പേടിച്ചിട്ടുണ്ട്. 2 എണ്ണം നല്ലത് പറയും സാറേ, പെട്ടെന്ന് ഇറക്കി വിടി ഈ സാധനങ്ങളെയൊക്കെ. നമുക്ക് നമ്മുടെ കുടുംബത്തിനും കുറച്ച് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ വിനീതും നിവിനും കൂടി കയറി വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വിനീത് വരുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശാരദ പറയും, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കണം, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കാം. ശരി, ഞാനൊരു ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോവാം. ഇത് കാണുമ്പോൾ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മക്കളെല്ലാവരോടും ശാരദയെ ചുറ്റിക്കറിയാം. നിങ്ങൾ വിട്, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇവർ ഇറക്കി വിടണമെന്നല്ലേ ഇവർ പറയുന്നത്, നമുക്ക് ഇറങ്ങി കൊടുത്തേക്കാം, ഞാൻ ഇപ്പോൾ വരാം, നിങ്ങളിവിടെ നിൽക്കുക എന്നും പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും